ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഇന്ന് വായിച്ചു കേട്ടതായ വിശുദ്ധ എവൻഗേലിയൻ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് എവൻഗലിസ്തൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 26 മുതൽ 38 വരെയുള്ളതായ ഭാഗമാണ്. മാർച്ച് മാസം 25-ാം തീയതി കൂടാതെ എൽദോ പെരുന്നാളിന് മുമ്പുള്ള 5-ാമത്തെ ഞായറാഴ്ചയും ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു പാരമ്പര്യം സഭയ്ക്കുണ്ട്. ഈ വേദഭാഗത്ത് ദൈവദൂതനായ ഗബ്രിയേൽ മറിയമിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവളെ സംബോധന ചെയ്യുന്നത് കൃപ ലഭിച്ചവളെ എന്ന് ആണ്. കൃപ അല്ലെങ്കിൽ ദൈവകൃപ എന്ന് കേൾക്കുമ്പോൾ ജീവിത സാഹചര്യങ്ങളിലെ ദൈവപരിപാലനയുടെ വിവിധങ്ങളായ ഉദാഹരണങ്ങൾ ദൈവകൃപയായിട്ട് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും ഉണ്ടാകും. എന്നാൽ നസറേത്തിലെ ഈ ബാലികയെ സംബന്ധിച്ച് ദൂതൻ അവളെ കൃപ ലഭിച്ചവളെ എന്ന് വിളിക്കുമ്പോൾ, അവളുടെ ജീവിതത്തിലുണ്ടായിരുന്ന കൃപകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ കാര്യം കർത്താവ് മറിയത്തോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കോസ് എവൻഗലിസ്തൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ദൂതൻ ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന്. എന്നാൽ ഈ ബാലിക ജീവിച്ച സാഹചര്യത്തെക്കുറിച്ച് തിരുവചന ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവൾ ജീവിച്ചിരുന്നത് ഗലീലയിലെ നസറേത്ത് എന്ന പട്ടണത്തിലായിരുന്നു എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളിൽ ഗലീല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെക്കുറിച്ച്, ഗലീലയെക്കുറിച്ച് പറയുന്നത് ജാതികളുടെ പ്രദേശം എന്ന നിലയിലാണ്. ഇരുട്ടിൽ നടക്കുന്ന ജനമുള്ള ഇടമെന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തികച്ചും പ്രതികൂലമായ സാഹചര്യങ്ങളുള്ള ഒരു പട്ടണത്തിലാണ് മറിയം എന്ന ബാലിക ജീവിച്ചിരുന്നത്. എന്നാൽ ഈ പ്രതികൂലമായ സാഹചര്യത്തിനിടയ്ക്കും ദൈവത്തെ മുറുകെ പിടിക്കുവാനും ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഈ ബാലികയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവം അവളോട് കൂടെ ഉണ്ടായിരുന്നു എന്ന തിരുവചന ഭാഗം അടിവരയിട്ട് പറയുന്നു. ഇന്ന് നമ്മെ സംബന്ധിച്ച് നോക്കുമ്പോൾ തികച്ചും പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ വ്യാധിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത്. COVID-19 എന്ന ഒരു മഹാമാരി ലോകമൊക്കെയിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അനേകര് അതിൻ്റെ ദുരിതഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അറുതി ഉണ്ടാവുക എന്നതാണ് എന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. അങ്ങനെ നോക്കുമ്പോൾ സാമൂഹിക ജീവിതത്തിലും മതപരമായ ആധ്യാത്മിക ലോകത്തിലുമൊക്കെയും ഇരുട്ട് പടർന്നു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളതിനകത്തിൽ തർക്കമൊന്നുമില്ല. ആ പരിതസ്ഥിതിയിലും ദൈവത്തെ മുറുകെ പിടിക്കുവാനും അവനോടുകൂടെ ഇരിക്കുവാനും നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളുമൊക്കെയും ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഒരു പ്രതിസന്ധി മുന്നിലൊരു ശൂന്യത സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിലേക്ക് നോക്കുവാൻ, അവനെ മുറുകെ പിടിക്കുവാൻ, മറിയത്തെ പോലെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം കൂടെയുള്ള അനുഭവം, ദൈവ സാന്നിധ്യബോധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്കാവുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. രണ്ടാമതായിട്ട് മറിയമിനെ സംബന്ധിച്ച് ദൈവഹിതത്തോടുള്ള വിധേയത്വം ജീവിതത്തിൽ പ്രകടമായിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കോസ് എവൻഗലിസ്തന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ ദൂതനോട് മറിയം പ്രതിവചിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. വ്യക്തി ജീവിതത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവയ്ക്ക് ഉപരിയായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കും ദൈവഹിതത്തിനും പ്രാധാന്യം കൊടുക്കുന്ന, പരിഗണന കൊടുക്കുന്ന ഒരു സവിശേഷ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് വിശുദ്ധ കന്യകമറിയാമ്മയെ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. വ്യക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഏറെ ക്ലേശങ്ങളും നഷ്ടങ്ങളും അപമാനവുമൊക്കെ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു വലിയ നിയോഗത്തിലേക്കാണ് ദൂതൻ വന്ന് മറിയം എന്ന ഈ ബാലികയെ ക്ഷണിക്കുന്നത്. എന്നാൽ കർത്താവ് കൂടെ ഉണ്ടായിരുന്ന ബാലികയ്ക്ക് കർത്താവിനെക്കുറിച്ച്, തൻ്റെ ഉടയവനെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യവും ഉണ്ടായിരുന്നു എന്ന് ഈ നിയോഗത്തിൻ്റെ ഏറ്റെടുപ്പ് നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. മറിയമിനെ സംബന്ധിച്ച് അവളുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനും
തന്നെ ദൈവത്തിൻ്റെ കരത്തിലെ ഒരു ഉപകരണം എന്നവണ്ണം പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനും തക്കവണ്ണമുള്ള ഒരു വിധേയത്വം ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് തിരുവചന ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകുന്നത്. നമ്മൾ പലപ്പോഴും പാടുമല്ലോ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഇങ്ങനെ പാടുമ്പോൾ പോലും പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം കൂടി ഒന്ന് മാറ്റപ്പെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ്. എന്നാൽ ദൈവഹിതത്തോട് പൂർണ്ണമായി വിധേയപ്പെടുക എന്നുള്ളത് ആ ജീവിതത്തിൽ ആവശ്യമാണെന്ന് പറയാൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് കാണുന്നത് ദൈവ സന്നിധിയിലുള്ള പരിപൂർണമായ വിശ്വാസമാണ്. വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്റ്റിന് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യത്തിൽ മറിയം തന്റെ ചാർച്ചക്കാരിയെ കാണുന്നുണ്ട്. വാർദ്ധക്യകാലത്ത് ഗർഭിണിയായിരിക്കുന്ന എലിശബ എന്ന ചാർച്ചക്കാരിയെ കാണുവാനായിട്ട് ചെല്ലുമ്പോൾ ചാർച്ചക്കാരിയെ എലിശബ മറിയാമിനെ കുറിച്ച് സാക്ഷിക്കുന്നത്, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന്. യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ തികച്ചും അസംഭവ്യമായ ഒരു കാര്യമാണ് ദൂതൻ വന്ന് മറിയമിനോട് അറിയിക്കുന്നത്. യുക്തിക്കപ്പുറമായിട്ട് വിശ്വാസത്തെ കാണുവാനായിട്ട്, ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് മറിയമിന് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ കർത്താവ് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചു. യെശയ്യാ പ്രവാചകൻ പ്രവചന പുസ്തകത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ദൈവത്തിൻ്റെ വിചാരങ്ങൾ മാനുഷികമായ അളവുകോലുകൾ കൊണ്ട് മനസ്സിലാക്കുവാനോ ദൈവത്തെ അളക്കുവാനോ നമുക്ക് സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ വിചാരങ്ങൾ മനുഷ്യരുടെ നിന്ന് വ്യത്യസ്തമാണ്, വിഭിന്നമാണ്, മനുഷ്യചിന്തയ്ക്ക് അതീതമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്രകാരം യുക്തിപരമായി ചിന്തിക്കുമ്പോൾ സാധ്യതയില്ലാത്തതായ ദൈവവചനം, ദൈവത്തിൻ്റെ അരുളപ്പാട് അത് നിവർത്തിതമാകുമെന്ന് പരിശുദ്ധാമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ കൊറോണ വൈറസിന്റെ വ്യാപനകാലം നമ്മുടെയൊക്കെയും വിശ്വാസ ജീവിതത്തിൻ്റെ വിശ്വാസ തീഷ്ണതയുടെ ഒരു പരിശോധനയുടെ കാലമാണെന്ന് വിചാരിക്കുന്നത് തെറ്റില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യങ്ങൾക്ക്, സമയക്രമങ്ങൾക്കൊക്കെ നിയന്ത്രണങ്ങളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. രണ്ടു തരത്തിലുള്ള ആളുകളെ ഈ കാലഘട്ടത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധ്യമാകും. ഒരു വിഭാഗം ആളുകൾക്ക് ആരാധനയിലോ മറ്റ് കൂടിവരവുകളിലോ പങ്കെടുക്കുവാനായിട്ട് സാധ്യമാകാതെ, ആത്മീയമായ പരിപോഷണം ലഭിക്കാതെ ദുഃഖിതരായിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു മുതിർന്ന തലമുറ ഒരുപാട് പേര് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തിപരമായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. അതോടൊപ്പം മറുവശത്ത് പ്രായവും ആരോഗ്യവും അവസരവും ഒക്കെ അനുകൂല ഘടകങ്ങളായിട്ടുള്ള ഒരുപാട് പേര് ഈ വിധമായ സൗകര്യങ്ങളൊന്നും ഒരവധിക്കാലമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഇതിൽ നിന്നൊക്കെ വേർതിരിഞ്ഞ് മാറിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതേസമയം ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. ഈ മാറി നിൽക്കുന്ന വലിയൊരു സമൂഹത്തിന് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ഒക്കെ ചന്തകളിലോ ബാങ്കുകളിലോ മറ്റ് വിരുന്നുശാലകളിലോ ഒന്നും പോകുന്നതിന് യാതൊരു പേടിയും ഭയവുമില്ല. എന്നാൽ ആരാധനയിൽ പങ്കെടുക്കുന്നതിന്, ആരാധനാലയത്തിലേക്ക് വരുന്നതിന് കൊറോണ വരുമോ എന്നൊരു ഭയമുള്ള ഒരുപാട് പേരെ കാണുവാനായിട്ട് സാധ്യമാകുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ. ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്ന്. 91-ാം സങ്കീർത്തനങ്ങളിൽ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ അപ്രകാരമാണ് കാണുന്നത്. അനർത്ഥം ഭവിക്കാതെ വണ്ണം, ബാധയേശാതെ വണ്ണം പരിപാലിക്കുന്ന ഒരു ദൈവത്തിൽ എനിക്കും നിങ്ങൾക്കും എത്ര കണ്ട് വിശ്വാസമുണ്ട് എന്ന വിശ്വാസത്തിന്റെ പരിശോധനയുടെ കാലഘട്ടം കൂടിയായിട്ട് ഈ കാലഘട്ടത്തെ കാണുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. മൂന്നാമതായിട്ട് പരിശുദ്ധാമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ദൈവത്തിൻ്റെ കൂടാരമായി തീർന്നവൾ എന്നുള്ള പ്രത്യേകതയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിച്ച അത്യുന്നതന്റെ ശക്തി തൻ്റെ മേൽ നിഴലിട്ട വ്യക്തിത്വമായിരുന്നു വിശുദ്ധ കന്യമറിയാം അമ്മയുടേത്. 31-35 വാക്യങ്ങൾ ഈ സൂചന നമുക്ക് നൽകുന്നുണ്ട്. മദർ തെരേസ ഒരിക്കൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞത്, നസറേത്തിനെ ദൈവത്തിൻ്റെ കൂടാരമാക്കി മാറ്റുവാനുള്ള ഉൾക്കാഴ്ച മറിയമിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, ദൈവത്തോടുള്ള വിധേയത്വത്തിൽ, ദൈവ സാന്നിധ്യബോധത്തിൽ ജീവിച്ച ആ ബാലികയ്ക്ക്
തന്നെ തന്നെയും താൻ അധിവസിച്ചിരുന്നതായ സമൂഹത്തെയും ദൈവത്തിന്റെ കൂടാരമാക്കി മാറ്റുവാനായിട്ട് സാധ്യമായി എന്നുള്ളതാണ് ചരിത്ര സത്യം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വെയിലാറിയപ്പോൾ ദൈവം ആദ്യ മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. എന്നാൽ അവന്റെ വീഴ്ച ദൈവത്തോടൊപ്പമായിരുന്ന ദൈവത്തിന് കൂടാരമായി തീരുവാൻ തക്കവണ്ണമുള്ള പവിത്രമായ സൗഭാഗ്യത്തിൽ നിന്ന് അവരെ വിലക്കുന്ന ചിത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകം വിവരിച്ചു തരുന്നുണ്ട്. എന്നാൽ മറിയം ആ വീഴ്ചയ്ക്ക് തിരുത്തൽ ഉണ്ടാക്കുകയും ദൈവത്തിന് തന്നെ തന്നെ കൂടാരമാക്കി തീർക്കുകയും ചെയ്തു. പരിശുദ്ധമായ മാമോദീസ കൂദാശയിലൂടെ ദൈവഭവനങ്ങളായി തീർന്നവരും പരിശുദ്ധാത്മാവിന് ഇറങ്ങി വസിക്കുവാൻ തക്കമുള്ള ഭവനങ്ങളായി തീർന്നവരുമാണ് ഞാൻ നിങ്ങളുമൊക്കെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നുവെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന്. ദൈവഭവനമായി ദൈവത്തിന് കൂടാരമായി തീരുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ചവരാണ് ഞാൻ നിങ്ങളുമെങ്കിലും ജീവിത സാഹചര്യത്തിൽ പലപ്പോഴും മഹത്വത്തിന്റെ രാജാവിന് പ്രവേശിക്കുവാൻ സാധ്യമാകാതെ നമ്മുടെ വാതിലുകളെ നമ്മൾ അടച്ചു കളയുന്നില്ലേ എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവ സാന്നിധ്യബോധത്തിലും വിധേയത്വത്തിലും വിശ്വാസത്തിലും ജീവിച്ചുകൊണ്ട് ദൈവത്തിന് ഇറങ്ങി വസിക്കുവാനുള്ള കൂടാരങ്ങളായി നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ പരിശുദ്ധ കന്യമറിയാവിനെ പോലെ കൃപ ലഭിച്ചവരായി ജീവിക്കുന്നതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ബലഹീനതയിൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.